റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ അകപ്പെട്ട തൃശൂർ കുറാഞ്ചേരി സ്വദേശി ജെയിൻ നാട്ടിൽ തിരിച്ചെത്തി. മടങ്ങിയെത്താനായതിൽ സന്തോഷമുണ്ടെന്നും തിരിച്ചുവരവിന് നിർണായകമായത് ഇന്ത്യൻ എംബസിയുടെ ഇടപെടലാണെന്നും ജെയിൻ പറഞ്ഞു. തൊഴിൽ തട്ടിപ്പിന് ഇരയായാണ് ജെയിൻ റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ എത്തിപ്പെട്ടത്. കഴിഞ്ഞ വർഷം കൂലിപ്പട്ടാളത്തിന്റെ ഭാഗമാക്കപ്പെട്ട ജെയിന് ജനുവരിയിൽ യുദ്ധഭൂമിയിൽ വെച്ചുണ്ടായ ഡ്രോൺ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റിരുന്നു. ഒപ്പമുണ്ടായിരുന്ന ബന്ധു TB ബിനിൽ കൊല്ലപ്പെടുകയും ചെയ്തു. ഗുരുതരമായ പരിക്കുകളോടെ അന്ന് ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ട ജെയിൻ മാസങ്ങളോളം മോസ്കോയിലെ ആശുപത്രിയിൽ ചികിത്സയിൽ തുടർന്നു. കൂലിപ്പട്ടാളത്തിന്റെ 1 വർഷ കാലാവധി പൂർത്തിയായിരുന്നെങ്കിലും വീണ്ടും യുദ്ധമുഖത്തേക്ക് അയക്കപ്പെടുമോ എന്ന ഭീതിയിലായിരുന്നു ജെയിൻ. ഈ ആകുലത പങ്കുവെച്ചുകൊണ്ട് മോസ്കോയിലെ ആശുപത്രിയിൽ നിന്ന് അയച്ച വീഡിയോ സന്ദേശമാണ് ജെയിനിന്റെ മടങ്ങിവരവിന് വഴിതെളിച്ചത്. മോചനത്തിനായി കേന്ദ്ര സർക്കാരിന്റെ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള വീഡിയോ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ഇന്ത്യൻ എംബസി ഉൾപ്പെടെ നടത്തിയ ശക്തമായ ഇടപെടലുകളാണ് ജെയിനിനെ നാട്ടിലേക്ക് മടക്കിക്കൊണ്ടുവന്നത്. എംബസിന്ന് ആൾക്കാർ ഇന്ത്യൻ എംബസിന്ന് കാണാൻ വരുന്നുണ്ടായിരുന്നു. അവർ 2-3 പ്രാവശ്യം അവർ വന്ന് കണ്ടായിരുന്നു. അവർ ഡോക്ടറുടെ അടുത്തൊക്കെ വന്ന് കാര്യങ്ങൾ ചോദിച്ചിട്ട് പോകും. പിന്നെ മലയാളി അസോസിയേഷൻ്റെ ആൾക്കാരും കാണാൻ വരുന്നുണ്ടായിരുന്നു. അത് അവരായിരുന്നു തുറന്നു തന്നത്. അങ്ങനെയായിരുന്നു വരാൻ പറ്റിയത്. റഷ്യൻ കൂലിപ്പട്ടാളത്തിലെത്തി 10 ദിവസത്തെ മാത്രം പരിശീലനത്തിനൊടുവിൽ യുക്രൈൻ അതിർത്തിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നുവെന്ന് ജെയിൻ പറഞ്ഞു. കുടുംബ സുഹൃത്ത് വഴി കഴിഞ്ഞ ഏപ്രിലാണ് ജെയിനും സഹോദരി ഭർത്താവ് ബിനിലും റഷ്യയിലേക്ക് പോയത്. ഇലക്ട്രീഷ്യനായി ജോലി തരപ്പെടുത്താമെന്ന വാഗ്ദാനം ചെയ്താണ് ഇരുവരെയും കൊണ്ടുപോയത്. എന്നാൽ റഷ്യയിലെത്തിച്ച ഇവരെ കൂലിപ്പട്ടാളത്തിന്റെ ഭാഗമാക്കുകയായിരുന്നു. ജനം, തൃശൂർ.